ഇപ്പോൾ ഈ ബഡ്ജറ്റിന് മുമ്പ് യൂലിപ്പ് പോളിസിയിലെ ഇക്വിറ്റി അല്ലെങ്കിൽ ബോണ്ട് ഫണ്ടിൽ നിന്നും സ്വിച്ച് ചെയ്യുന്നത് നല്ലതാണോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഈ സ്വിച്ചിങ് എപ്പോഴും ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോഴായിരിക്കും മാർക്കറ്റ് താഴുമെന്ന് പ്രതീക്ഷിച്ച് സ്വിച്ച് ചെയ്ത് ഇക്വിറ്റി ഫണ്ടിൽ നിന്ന് മാർക്കറ്റ് താഴുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇക്വിറ്റി ഫണ്ടിൽ നിന്ന് ബോണ്ടിലേക്ക് മാറ്റും. ആ സമയത്തായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. നേരെ തിരിച്ച് സംഭവിക്കും. ഇലക്ഷൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഇതിനെ നമ്മൾ നോക്കി കാണുമ്പോൾ സ്വിച്ചിങ് ഇപ്പോഴും ഒരു ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ട് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു 6 മാസം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ബഡ്ജറ്റ് വന്നതിന് ശേഷം മൊത്തം താഴോട്ട് പോകുന്നു എന്നുള്ളത് നോക്കി കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞ് ആലോചിച്ചിട്ട് കാര്യമില്ല. ഫസ്റ്റ് പ്രിപ്പറേഷൻ വേണമെന്നുള്ളതാണ്. ഇത്തരം സ്വിച്ച് ചെയ്യേണ്ട സ്കീമുകളുടെ കസ്റ്റമർ തന്നെ, കാരണം ഇതിന് ഒരു ബാങ്കിൻ്റെ സപ്പോർട്ടോ പദ്ധതി തന്നിരിക്കുന്ന ആളുടെ സപ്പോർട്ടോ ഒന്നും എപ്പോഴും കിട്ടണം നിർബന്ധമില്ല. ഞാനാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യുന്ന ആളെങ്കിൽ ഞാൻ സ്വിച്ച് ചെയ്യില്ല. കാരണം ഇന്ത്യയുടെ പോസിറ്റീവ് എക്കണോമിക് ഗ്രോത്തിൽ എനിക്ക് അന്നും വിശ്വാസമുണ്ട്, ഇന്നും വിശ്വാസമുണ്ട്, നാളെ വിശ്വാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ സ്വിച്ച് ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ട് ബഡ്ജറ്റ് താഴെ പോയി തിരിച്ച് ആ ബഡ്ജറ്റ് നേരെ ഓപ്പോസിറ്റാണ് കയറി പോകുന്നെങ്കിൽ എനിക്കെല്ലാം നഷ്ടം വരും. പിന്നെ റീസെൻ്റ്ലി കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു ഡൗൺ ട്രെൻഡാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വിച്ചിങ് ഇപ്പോൾ പ്രിപ്പയർ ആയിരിക്കുക. ദെൻ അത്രയും ഒരു മാർക്കറ്റിന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാത്ത ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുക എന്നുള്ളതാണ്. MyFin TV. Download the app now.